തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധിക സെലീനാമ്മയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങി. സെലീനാമ്മയുടെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി കുന്നത്തുകാലിൽ നിന്ന് കമലേഷ് ചേരുന്നു. കമലേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു നടപടികൾ? ഷമ്മി, ഇപ്പോൾ ഇവിടെ ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. തഹസിൽദാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 3 ഫോറൻസിക് സർജന്മാരടങ്ങിയ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ വിരലടയാള വിദഗ്ധരുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് മാധ്യമങ്ങൾക്കിപ്പോൾ നിലവിൽ അങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്കിവിടെ നിന്നും നേരിട്ട് ദൃശ്യങ്ങൾ ശേഖരിക്കാനും ഇപ്പോൾ കഴിയുന്നില്ല. ഏതായാലും ഈ കല്ലറ ഉടൻ തന്നെ തുറന്ന് ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഫോറൻസിക് സർജന്മാർ, ഡോക്ടർമാരടക്കം എന്തെങ്കിലും, അതായത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നതടക്കമുള്ള എന്തെങ്കിലും നിർദ്ദേശം നൽകിയാൽ മാത്രമേ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ, മറ്റ് ശാസ്ത്രീയ പരിശോധനകളെല്ലാം നടത്താനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മണിവിള സെൻറ്റ് ജോർജ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലാണ് ഈ കല്ലറ ഉള്ളത്. ഇവിടെ നിന്നാണ് ഇത് തുറന്ന് പരിശോധന നടത്താൻ പോകുന്നത്. ഈ സെലീനാമ്മ മരണപ്പെട്ട സമയത്ത്, അതായത് അവർ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് അസ്വാഭാവികതകളൊന്നും തന്നെ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ മൃതദേഹം കുളിപ്പിച്ച ആളുകളടക്കം ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. ശരീരത്തിൽ ചില മുറിപ്പാടുകൾ കണ്ടെത്തി, മർദ്ദനമേറ്റതിൻ്റെ അടക്കം പാടുകൾ കണ്ടെത്തിയെന്ന് പിന്നീടാണ് ഈ മൃതദേഹം കുളിപ്പിച്ച ആളുകളൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇത് ഒരു പരാതിയായി തന്നെ ഇവരുടെ മകനാണ് പാറശാല പോലീസിൽ പരാതിയായി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇവിടെ നിന്നും നഷ്ടപ്പെട്ടതായും ഈ കുടുംബാംഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ഇത് ഒരു മോഷണത്തിൻ്റെ ഭാഗമായോ മറ്റോ നടന്ന ഒരു കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് കുടുംബാംഗങ്ങൾ എത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് പാറശാല പോലീസിൽ പരാതി നൽകിയത്. അതിനുശേഷമാണിപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ, പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നത്. അതിന് തഹസിൽദാരുടെ അടക്കം ഉത്തരവ്, അതായത് അവരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഇന്നിപ്പോൾ ഈ നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപ്, ഇത്രയും നേരം ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സെമിത്തേരി ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് ആ സെമിത്തേരിയുടെ ഭാഗം നമുക്കിവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സംഘം ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കമലേഷ്, ഈ സെലീനാമ്മയുടെ ബന്ധുക്കൾ, മക്കൾ അങ്ങനെ ആരുമില്ലേ? ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത്? ഈ രീതിയിൽ ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ട് എന്ന കണ്ടെത്തലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണല്ലോ ഇതിൻ്റെ അകത്തൊരു ദുരൂഹത ആരോപിക്കപ്പെടുന്നത്. ഷമ്മി, ഇവർക്ക് 2 മക്കളാണുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ആണും ഒരു പെണ്ണും, അങ്ങനെ 2 മക്കളാണ് ഇവർക്കുള്ളത്. ഇവർ 2 പേരും വേറെ വീട് വെച്ച് വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ, ഇവരുടെ കുടുംബ വീട്ടിൽ ഈ സെലീനാമ്മ മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണ് ഇവർ മരിച്ച നിലയിൽ പിറ്റേന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ, അത് കാണാനോ അത് മനസ്സിലാക്കാനോ അവിടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ മക്കൾ 2 പേരും മറ്റൊരു സ്ഥലത്ത് മാറി താമസിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഇവർ ഒറ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത്. എന്നാൽ പിന്നീട് ഈ മൃതദേഹം കുളിപ്പിച്ച ആളുകൾ, അതിനുശേഷം ഈ മരണത്തിന് ശേഷം ഈ വീട്ടിലെത്തിയ ബന്ധുക്കളടക്കം വീട്ടിൽ പരിശോധന നടത്തിയ സമയത്താണ് ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ നൽകിയത്.